Hi guys! ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 7 days ഗ്ലാസ് സ്കിൻ ചലഞ്ച് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചലഞ്ചിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. ഒരു 7 ദിവസം എനിക്ക് വേണ്ടി അങ്ങ് മാറ്റി വെക്കാം കേട്ടോ. റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാം. അപ്പോൾ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയാനൊരു കാരണമുണ്ട്. ഞാനും ഈ ഒരു റെമഡി യൂസ് ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു കേട്ടോ. നേരത്തെ ചെയ്തിരുന്നതാണ്, പക്ഷേ ഈ രീതിക്ക് ആയിരുന്നില്ല. ഞാൻ വേറൊരു മെത്തേഡിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെനിക്ക് ചെയ്യുമ്പോൾ എൻ്റെ സ്കിന്നൊക്കെ ഒന്ന് ബ്രൈറ്റൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചെറിയ രീതിക്ക് നമുക്ക് ഒരു കളറൊക്കെ ഇമ്പ്രൂവ് ആയിട്ട്, ഒരു 2-3 ഷെയ്ഡ്സൊക്കെ ഇമ്പ്രൂവ് ആയിട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഗ്ലാസ് സ്കിൻ അത് എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ ഈ ഒരു റെമഡിക്കകത്തുള്ള ആ ഒരു മാറ്റം തന്നെ ആയിരിക്കും കാരണം. അപ്പം ഞാനിതൊരു 1 വീക്കായിട്ട് ഇങ്ങനെ പ്രോപ്പറായിട്ട് ഉപയോഗിച്ച് നോക്കിയപ്പോൾ ശരിക്കും പറയാലോ, എനിക്ക് ശരിക്കും ആ ഒരു ഗ്ലാസ് സ്കിൻ ഫീൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ചീക്സിൻ്റെ ഭാഗത്ത്, കവിളിൻ്റെ ഭാഗത്തും, അതുപോലെ മൂക്കുമേൽ, നെറ്റി തടത്തിന്മേലൊക്കെ നല്ല രീതിക്ക് ഒരു ഗ്ലോയിങ് ആയിട്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഹൈലൈറ്ററൊക്കെ ഉപയോഗിക്കില്ലേ, അപ്പോൾ ഒരു ഗ്ലോ കിട്ടില്ല, ആ ഒരു ഫീലായിരുന്നു നമ്മൾ ഈ ഒരു പാക്ക് ഉപയോഗിച്ച് കഴുകി വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഈ പറഞ്ഞ മെത്തേഡിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ വീഡിയോ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാനേ ആദ്യം ഒരു ക്ലീൻ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് കടലമാവ് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂണോളം നമ്മൾ ഗ്രാം ഫ്ലോർ കടലപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞളിന് പകരം മഞ്ഞൾപ്പൊടി ചേർക്കാവോ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. മാക്സിമം നിങ്ങൾ കസ്തൂരി മഞ്ഞൾ തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കുക. ഞാൻ ഇങ്ങനെ ചെയ്തപ്പോഴാണ് എനിക്കൊരു ഗ്ലാസ് സ്കിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾ ചേർക്കുക. പിന്നീട് വേണ്ടത് 1 ടേബിൾ സ്പൂണോളം തൈര്, നമ്മുടെ ഈ ഒരു കൂട്ട് മിക്സ് ആക്കാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ആ ഒരു തൈര് അതങ്ങ് ചേർത്ത് കൊടുക്കുക. പിന്നീട് നമുക്ക് വേണ്ടത് 1 ടീസ്പൂണോളം തേനാണ്, നമ്മുടെ ഹണി, അത് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിന് മുന്നേ ഈ ഒരു റെമഡി വേറൊരു മെത്തേഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് നമ്മൾ എണ്ണ തേച്ച് കുളിക്കാറുള്ള പതിവുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എണ്ണ തേച്ച് കുളിക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മയുടെ ഒരു റെമഡി കൂടിയാണത്. ഇതുപോലെ കടലമാവും തൈരും മഞ്ഞൾപ്പൊടിയും, നമുക്ക് ഈ പറഞ്ഞ പോലെ കസ്തൂരി മഞ്ഞളൊന്നും ആയിരിക്കില്ല, നോർമൽ മഞ്ഞളായിരിക്കും. പിന്നെ തൈരും ഈ ഒരു കടലമാവും ആയിരിക്കും. അല്ലെങ്കിൽ തൈരിന് പകരം പാലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒഴിക്കാറുള്ളൂ കേട്ടോ. അതിനകത്ത് തേൻ ഒഴിക്കാറില്ല. ഈ ഒരു 3 കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് എനിക്ക് അന്നേരം തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നല്ല രീതിക്ക് ബ്രൈറ്റനായിട്ട് ഇങ്ങനെ വരും. നമുക്ക് സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആയിട്ട് വരുന്നതായിട്ട് കാണാം. പക്ഷേ ഗ്ലാസ് സ്കിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ മെത്തേഡ്, ഞാനിപ്പോൾ ഇന്ന് കാണിക്കുന്ന ഈ ഒരു മെത്തേഡ് ചെയ്തപ്പോഴാണ്, ഒരു 1 വീക്ക് ഒരു ചലഞ്ച് പോലെ ഞാൻ ചെയ്തപ്പോഴാണ് എനിക്ക് ശരിക്കും ആ ഒരു ഗ്ലാസ് സ്കിൻ ഫീൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ചീക്സിലും നോസിലും നെറ്റിത്തടത്തും മേലൊക്കെ ആയിട്ട് ഒരു ഗ്ലോയിങ്, ഒരു ഷൈനിങ് ആയിട്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ തന്നെ ചെയ്യാനായിട്ട് നോക്കുക. ആദ്യം നമ്മൾ 1 ടീസ്പൂൺ കടലമാവ് ചേർത്തു. പിന്നീട് നമ്മൾ കസ്തൂരി മഞ്ഞൾ ഒരു 1/4 ടീസ്പൂൺ ചേർത്തു. പിന്നെ ആവശ്യമായിട്ടുള്ള തൈര്, പിന്നെ നമ്മൾ ഹണി, തേന്, ഇത് 4ഉം കൂടി ചേർത്ത് നല്ല രീതിക്ക് മിക്സ് ആക്കിയിട്ട്, നമുക്ക് കട്ടി വേണമെന്നുണ്ടെങ്കിൽ ആ രീതിക്ക് അനുസരിച്ച് വേണം തൈര് ചേർക്കാനായിട്ട് കേട്ടോ. ഇതിന് ആദ്യം ഒന്ന് മസാജ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ അതിന് മീതെ വീണ്ടും ഒരു കട്ടിക്കായിട്ട് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് ഏകദേശം ഒരു 20-25 മിനിറ്റ് അങ്ങനെ അങ്ങ് വെറുതെ വിടാം കേട്ടോ. കുറച്ചങ്ങ് ഡ്രൈ ആയാൽ മതി. ഒത്തിരി അങ്ങ് ഡ്രൈ ആവാനായിട്ട് സമയമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ചെറിയ രീതിക്ക് ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് വെള്ളം തൊട്ട് തുടച്ചെടുത്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഡയറക്റ്റായിട്ട് വെള്ളം ഒഴിച്ച് കഴുകേണ്ട കേട്ടോ. നമുക്ക് ഒത്തിരി വെള്ളം അങ്ങ് ഇതായി പോകും. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് തുടച്ചെടുക്കുക. നമ്മൾ എന്ത് പാക്ക് ഇടുന്ന സമയത്തും നമ്മൾ ഒത്തിരി ഇങ്ങനെ വെള്ളം എടുത്ത് ഇങ്ങനെ ഒഴിച്ച് നശിപ്പിക്കാമെന്നല്ലാതെ ഇങ്ങനെ ആദ്യം ഒന്ന് തുടച്ചെടുത്ത് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് നമുക്കിതൊന്ന് ക്ലിയർ ആയി കിട്ടും. നമ്മുടെ ഫേസിൽ ഇങ്ങനെ ക്ലിയർ ആയി കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നേരം നമ്മൾ ഫേസിൽ കൈ വെച്ചുകൊണ്ട് ഈ വെള്ളം വെച്ച് നമ്മളിങ്ങനെ കൈ വെച്ചുകൊണ്ടിരിക്കും നമ്മുടെ ഫേസിൽ. അപ്പോൾ മാക്സിമം നമ്മൾ ഫേസിൽ അധികം കൈ വെക്കാതിരിക്കുന്നത് നല്ലത്. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് തുടച്ചെടുക്കുക. തുടച്ചെടുത്തതിന് ശേഷം വേണം ഫേസ് ഒന്ന് വെള്ളം ഉപയോഗിച്ചൊന്ന് കഴുകാനായിട്ട്. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ഒരു 1 വീക്ക്, ഒരാഴ്ച ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു മാറ്റം ഉണ്ടാവും. ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ഫസ്റ്റ് ആ ഒരു റിസൾട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ആ ലൈവായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ സ്കിന്ന് ചെറിയ രീതിക്ക് ഒരു ബ്രൈറ്റൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്ലോവിൻ്റെ കാര്യം ഞാൻ ഈ പറയും പോലെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫേസിലിടുമ്പോഴാണ് അത് അറിയുന്നത് കേട്ടോ. എനിക്ക് ശരിക്കും ഫേസിലിട്ടപ്പോൾ ശരിക്കും അത് ഫീൽ ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കവിൾ തടമയിലും മൂക്കിലൊക്കെ നല്ലൊരു ഷൈനി, ഒരു ഗ്ലോയിങ് ലുക്കായിരുന്നു. ഓക്കെ, നമ്മളിത് കഴിഞ്ഞ ശേഷം നമുക്ക് റോസ് വാട്ടറും അതുപോലെ തന്നെ മോയ്സ്ചറൈസർ ക്രീമൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മുടെ സ്കിന്നൊന്ന് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരല്പം മോയ്സ്ചറൈസർ ക്രീമോ അല്ലെങ്കിൽ റോസ് വാട്ടറൊക്കെ ഉപയോഗിച്ചിട്ടൊന്ന് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ രീതിക്ക് നിങ്ങളൊരു 7 ഡേയ്സ് ഒന്ന് എനിക്ക് വേണ്ടി അങ്ങ് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഈ രീതി അങ്ങ് ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ ആയി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.